ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് ചെയ്തെടുക്കുന്ന ചിക്കൻ ദിൽക്കുഷ് റെസിപ്പിയാണ്. സാധാരണ ദിൽക്കുഷ് എന്ന് പറയുമ്പോൾ അകത്ത് മധുരമായിരിക്കും സ്റ്റഫ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിഷ്ടമുള്ള അളവിൽ ചിക്കൻ സ്റ്റഫ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ദിൽക്കുഷ്. ഇതൊരു പ്രാവശ്യമൊന്നും ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പപ്സ് പോലെ ഐറ്റംസ് ഒന്നും വേണ്ട, ഇത് മതിയെന്നാകും. അതുപോലെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ആ ബണ്ണിനും അകത്ത് വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റഫിനും ഒക്കെ ഒരു പ്രത്യേക രുചിയാണ്. ഞാനിവിടെ അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എടുക്കുന്ന സമയം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റണം. അതുകൊണ്ട് ക്ഷമയോടെ മൊത്തം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി കടായിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ചെറിയ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, അതായത് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം ഉപ്പൂടെ ചേർക്കണം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചോ മൂടി വെക്കാതെ ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. എല്ലില്ലാത്ത പീസ് എടുക്കാവുന്നേ ഉള്ളൂ, അല്ലാതെ ബ്രസ്റ്റ് പീസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലോട് കൂടിയുള്ള പീസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമില്ലാതെ എടുക്കുക. അതിനുശേഷം ആ മാംസം ഇങ്ങനെ പിച്ചി മാറ്റിയെടുത്താലും മതി. ആദ്യമേ ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഈ ഒരു അളവിൽ എടുക്കാനായിട്ട് നോക്കുക. പിന്നീട് ഇത് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു തവി ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് അരിയാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെയിലത്ത് വെക്കുന്ന ചൂടില്ലേ, അത്രയും മാത്രമേ ആകാവൂ. ചൂട് കൂടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. ഇതാ ഈ ഒരളവ് 1 സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു 2-3 നുള്ളു കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ഈസ്റ്റായിരിക്കണം എടുക്കുന്നത്. ഇനി അതുകൂടെ ഇതിലോട്ട് ചേർക്കാം. ചൂട് കൂടരുത്, ചൂട് കൂടി പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആകത്തില്ല. ഇളക്കണ്ട. ഒരു 10 മിനിറ്റ് നേരത്തേന് അങ്ങനെ മൂടി വയ്ക്കാം. ഈസ്റ്റിന് 10 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട. ആ ഒരു സമയം കൊണ്ട് പൊടിയെടുക്കുക. ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 4 തവി, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന തവിക്ക് 4 തവി മൈദയാണ്. അങ്ങനെ 2.5 കപ്പ് എന്ന് പറയുമ്പോൾ 10 തവി മൈദ. ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരേ ഒരു മുട്ട ചേർക്കുക. ഇനി ഒരു 1.5 അല്ലെ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ ആ ബണ്ണിന് ഒരു ചെറുതായിട്ടൊരു മധുരം വരും. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് നല്ലവണ്ണം ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇതാ 10 മിനിറ്റ് ആയപ്പോഴത്തേന് ആ ഈസ്റ്റൊക്കെ നല്ലവണ്ണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതുകൂടി ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നെയ്യ്, 2 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിവിടെ ഉരുക്കിയ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറോടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട്. ഇനി ഇതിൽ പാലൊഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. ചെറു ചൂടുള്ള പാല് വേണം. പാൽ ഒരുപാട് ചൂടാകരുത്. ഞാൻ മുന്നേ പറഞ്ഞ പോലുള്ള ചെറു ചൂട് മാത്രമേ ആകാവൂ. ഞാനിവിടെ 3 തവി പാലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് 1 സ്പൂൺ മാത്രം മിച്ചം വന്നിട്ടുണ്ട്. ബാക്കി അത്രയും എടുത്തിട്ടുണ്ട് അളവ്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഒരല്പം ലൂസായിട്ട് കിട്ടും ചപ്പാത്തിയേക്കായി. അത്രയും മാത്രം മതി, ഒരുപാട് ലൂസാകരുത്, ഒട്ടൽ പോലെ വരും. ഇനി മാവ് നല്ലവണ്ണം ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് നേരത്തേന് ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് തന്നെ അറിയാൻ പറ്റും മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നതായിട്ട്. ഇനി അതേ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ആ മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നന്നായിട്ട് പൊന്തി വരും. അത് സൈഡൊന്നും ഒട്ടാതെ തന്നെ. ഞാനിത് ഒരു 1.5 തൊട്ട് 2 മണിക്കൂർ നേരത്തേന്, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഡബിളായിട്ട് വരും. മഴയുള്ള സമയമാണെങ്കിൽ അടുപ്പിൻ്റെ ചൂടുള്ള സൈഡിൽ വെക്കുക. ഇല്ലെങ്കിൽ 2 മിനിറ്റ് മൈക്രോവേവ് ചൂടാക്കിയതിന് ശേഷം അതിനുള്ളിൽ വെക്കുക. ഇല്ലെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക. ഡബിൾ സൈസ് ആകണം. ചിക്കൻ നല്ലവണ്ണം ആറിയിട്ടുണ്ട്. അളവ് കുറവാണെങ്കിലും വലിയ ജാറിനകത്തിട്ടിട്ട് പൾസ് അടിച്ചെടുക്കുക. ഒരുപാട് പൊടിച്ചെടുക്കരുത്. വലിയ ജാറാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 1-2 പൾസ് അടിക്കുമ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടും. ഇതാ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ മാത്രം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴന്ന് വരണ്ട. ആ കളറൊന്ന് മാറി ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്നും ഞാനിത് ചേർക്കുന്നില്ല.
സവാള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ നമ്മൾ ദിൽക്കുഷ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരും. അപ്പോൾ അതൊരു രസമില്ല. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2-3 പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇത്ര അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ചുകൂടി ഒന്ന് സവാള വാടിക്കോളും. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടിയാണ് ചേർത്തത് ആ ഒരളവ്. അതേ അളവിൽ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഗരം മസാലയാണ് ചേർത്തത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് പൊടിച്ചത്. അങ്ങനെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, മണവും ആയിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന ഗരം മസാല ചേർക്കാം. ഈ പൊടികളുടെ പച്ച മണമൊന്ന് മാറണം. നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച്. ഇനി ചേർക്കേണ്ടത് ചിക്കൻ ചേർക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ചേർക്കേണ്ടത് 2 സ്പൂൺ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർക്കാം. ചിക്കനോടൊപ്പം ചേർക്കരുത്, നല്ലവണ്ണം അത് മിക്സ് ആകത്തില്ല. ഇത് ചിക്കൻ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ പിരിവിരാന്നല്ല കിടക്കുന്നത്. ഇങ്ങനെ ഇത് സ്റ്റഫാക്കി വെക്കുവാണെങ്കിൽ ദിൽക്കുഷ് പീസാക്കി എടുക്കുന്ന സമയത്ത് ഈ ചിക്കൻ സ്റ്റഫെല്ലാം വെളിയിൽ അടർന്ന് വീഴും. ഇനി ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഞാനൊരു 1.25 തവി പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് മൈദയാണ് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് മൈദ ചേർക്കണ്ട, ഇത്ര അളവ് മതി. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. ഇനി തീയെ നല്ലവണ്ണം ഒന്ന് കുറച്ച് വെക്കണം. നമ്മുടെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ സൈഡിലോട്ടൊന്ന് തള്ളി വെക്കുകയോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയോ ചെയ്യാം. ഇനി തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഈ മിക്സ് ഒഴിക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. മൈദ ഒന്ന് വേകണം ചെറു തീയിൽ തന്നെ. ഇതൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു മയോണൈസ് പോലൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ മിക്സിനകത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല മണമാണ്. ഇത് ചൂടായി വരുമ്പോഴത്തേന് ഈ ഒരു സ്റ്റഫിന് ഒരു പ്രത്യേക മണമാണ്. ആ ഗരം മസാല ഫ്രഷ് ആയിട്ട് തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് പൊടിച്ചതായത് കാരണം നല്ലൊരു മണമാണ്. നമ്മളിപ്പം പാക്കറ്റ് ഗരം മസാല മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ പലതും ഒക്കെ മിക്സ് ആയിട്ടുണ്ടാകും. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ച് തന്നെ ചേർക്കാൻ നോക്കണം. ഇപ്പം നല്ല യോജിച്ച് വന്നിട്ടില്ലേ. ഇനി ഇത് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എൻ്റെ ഈ മാവ് 1.25 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് കുഴയ്ക്കൊന്നും വേണ്ട. അങ്ങനെ ഞാനെടുത്ത് കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റുകയാണ്. ഇനി 2ആയിട്ട്, അതായത് തുല്യമായിട്ട് തന്നെ 2 ഭാഗങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. ഇത് 10 ഇഞ്ചിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന ആ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇതനുസരിച്ച് വേണം, ഈ റൗണ്ട് അനുസരിച്ച് വേണം ഒന്ന് പരത്തി വെക്കാനായിട്ട്. അപ്പം നമ്മുടെ പാത്രം ഏതാണോ ആ പാത്രത്തിൻ്റെ റൗണ്ട് അനുസരിച്ച് പരത്തണം. ഇനി ഞാൻ ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിനകത്ത് നല്ലവണ്ണം എണ്ണ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 റെഡിയാക്കി വെച്ചിട്ട് വേണം പരത്താനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കനം വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. അതേപോലെ തന്നെ പൊടി വിതറാതെ പരത്തിയെടുക്കാനായിട്ടൂടെ നോക്കണേ. പാകത്തിന് പരത്തിയെടുത്തതിന് ശേഷം ഇനി സ്റ്റഫ് അങ്ങോട്ട് നിരത്തിയിടാം. ഞാൻ വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തം ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരേ കനത്തിലായിരിക്കണം. ഇതുപോലെ സ്പാറ്റിലയോ ചട്ടുകമോ കത്തിയോ വെച്ച് നല്ലവണ്ണം ഒന്ന് ലെവലാക്കി കൊടുക്കണം. ആ സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ റൗണ്ടിൽ പരത്തിയിരിക്കുന്നത്. നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പാറ്റില ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെയുള്ള പണി ചെയ്യാൻ എളുപ്പമോ അത് വെച്ച്.
ഇനി ആ സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലോട്ട് മാറ്റണം. ഇനി ചീസാണ് ചേർക്കുന്നത്. ചീസ് നിർബന്ധമില്ലാത്തതാണ്. ചീസ് ചേർത്തില്ലേലും ആ സ്റ്റഫിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ചീസ് ഒരുപാട് ഇഷ്ടമാണ്. മൊസറല്ലയോ മറ്റ് ചീസോ അല്ലെങ്കിൽ ഷീറ്റായിട്ട് കിട്ടുന്ന ചീസ് ഉണ്ടല്ലോ അതായാലും നിരത്തി വെക്കാവുന്നതാണ്. ഇനി ആ മാവിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ അതോടൊന്ന് പരത്തിയെടുക്കുക. ഒരേ കനത്തിൽ അതേ റൗണ്ടിൽ. ഇതും അതേ അളവിലായിട്ടുണ്ട്. ഇനി ഇത് മുന്നേ സ്റ്റഫ് വെച്ചതിൻ്റെ മുകളിലോട്ട് മൂടി വയ്ക്കാം. എല്ലാ സൈഡും ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ 1/2 ഇഞ്ച് വിട്ട് വെച്ചിട്ടില്ലേ അവിടോട്ട് ഒരു ബ്രഷ് വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. എണ്ണയല്ല, അത് വെള്ളമാണ്. ചുറ്റിനും ഒന്ന് തേച്ച് കൊടുക്കുക, ആ ജോയിൻറ്റ് വരുന്നിടത്തല്ല. ഇല്ലെങ്കിൽ ഇത് മാവ് വെന്ത് കഴിയുമ്പോൾ ഡബിൾ സൈസ് ആകുമ്പോഴത്തേന് അത് സെപ്പറേറ്റ് ആവും. ഇങ്ങനെ വെള്ളം ചേരുന്നത് കാരണം നല്ലവണ്ണം അത് യോജിച്ചിരിക്കും. ഇനി നല്ലവണ്ണം ഇങ്ങനെ പ്രസ് ചെയ്ത് പിച്ചി കൊടുത്തുകൊണ്ട് അത് അമക്കി വയ്ക്കുക. എല്ലായിടും ക്ലോസ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ നല്ലവണ്ണം. ഇനി അതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഷേപ്പാക്കി വരാനായിട്ട് ഇതുപോലെ സ്പാറ്റില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അകത്തോട്ട് ചെറുതായിട്ടൊന്ന് തള്ളി ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി ചെയ്യുമ്പോഴാണ് നല്ല ഷേപ്പിൽ നമുക്കത് കിട്ടും. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ തന്നെ. ഇത് ചുറ്റിനും ഞാൻ നല്ലവണ്ണം ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ ഈ ഒരു പാനിനകത്താണ് ഞാൻ വെക്കുന്നത്. ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിലല്ല, വെളിയിലാണ് വെച്ചിരിക്കുന്നത്. ബട്ടർ തേക്കണമെന്നില്ല, നല്ല പുതിയ പാനാണെന്നുണ്ടെങ്കിൽ ബട്ടർ കൂടി തേക്കണമെന്നില്ല. പിന്നീടൊന്ന് ലൈറ്റായിട്ട് തേച്ച് കൊടുത്താലും മതിയേ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം പതുക്കെ. ഇനി ആ റൗണ്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ തള്ളി നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഞാൻ അടുപ്പിൽ നല്ലവണ്ണം ചൂടാക്കി ഒരു പഴയ തവ വെച്ചിട്ടുണ്ട്. അത് പഴയതായാലും പുതിയതായാലും നല്ല കട്ടിയുള്ള തവയായിരിക്കണം, ഇല്ലേ ദോശക്കല്ലായാലും മതി. തവ നല്ലവണ്ണം ചൂടായതിന് ശേഷം വേണം തീ നന്നായിട്ട് കുറയ്ക്കുക. കുറച്ചിട്ട് വേണം നമ്മുടെ ഈ പാത്രം ഒന്ന് എടുത്ത് വെക്കാനായിട്ട്. ഇനി ഫിറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് മൂടി വയ്ക്കുക. ചില അടപ്പിൽ ഇങ്ങനെ ഹോള് കാണും, അതുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചേക്കണേ ആ ഹോളൊന്ന്. ഇനി ഈ കുറഞ്ഞ തീയിൽ തന്നെ 20 മിനിറ്റ് വരെ സമയമെടുത്തിരിക്കും അടിവശം നല്ലവണ്ണം മൊരിഞ്ഞ് വെന്ത് വരാനായിട്ട്, ഡബിൾ സൈസ് ആകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്നും തുറക്കരുത്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ല് വരും. തീയെ ഒരു കാരണവശാലും കൂട്ടിക്കൊടുക്കരുത്. ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ മാവിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വരുന്നത് വരെ 20 മിനിറ്റ് എടുക്കും. ഡ്രൈ ആയെങ്കിൽ മാത്രമേ ഇത് തിരിച്ചിടാവൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനി ഇത് തിരിച്ചിടുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇച്ചിരി ബട്ടറോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയത് കാരണം നല്ലവണ്ണം ഇത് ഒട്ടാതെ തേച്ച് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണമെങ്കിലും തിരിച്ചിടാൻ, ബട്ടർ തേക്കാതെ തന്നെ പിന്നീടൊന്ന് തേച്ച് വിട്ടാലും മതി. അപ്പോൾ ഈ ബട്ടറിലൊക്കെ ഒന്ന് മൊരിയുമ്പോൾ കുറച്ചുകൂടി നല്ല മണവും ടേസ്റ്റും അല്ലേ. ഞാനിത് തിരിച്ചിടുന്നത് ഇങ്ങനെയാണ്. ആ സ്റ്റീൽ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ആ പാന് ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു 17-18 മിനിറ്റ് വരെ മൂടി വെക്കേണ്ട, അങ്ങനെ തുറന്ന് തന്നെ വെച്ചേക്കുക. കുറഞ്ഞ തീയിൽ തന്നെ, അതൊന്നും അനക്കാനേ പോകണ്ട. തിരിച്ചിട്ട ഉടനെ തന്നെ വീണ്ടും ഞാൻ ബട്ടർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യായാലും മതിയേ. ഇപ്പം നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒന്ന് തൊട്ട് നോക്കാമെങ്കിൽ നല്ല ഹാർഡായിരിക്കും. ഒന്നും വിഷമിക്കേണ്ട. നല്ല തണുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. തണുത്ത് കഴിയുമ്പോഴത്തേന് അത് നല്ല ബണ്ണ് പോലെ സോഫ്റ്റ് ആവും. ബണ്ണ് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കാണാനും ഒരു ഷൈനിങ്ങോട് കൂടി കിട്ടും. നല്ലവണ്ണം തണുത്തിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്, ചൂടോടെ കട്ട് ചെയ്യരുത്. ആ ബണ്ണിൻ്റെ മാവിനകത്ത് തന്നെ മുട്ടയും പാലും ഒക്കെ ചേർത്താണ്, ബട്ടറും ഒക്കെ ചേർത്തത് കാരണം ഉണ്ടല്ലോ ആ ബണ്ണിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു നല്ല ദിൽഖുഷ് റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.